ഇന്ത്യയുടെ പരമ്പരാഗത കളികളിൽ പ്രധാനിയായ ഖോ ഗെയിമിൽ ചാമ്പ്യന്മാരായി പാലക്കാട് എലപ്പുള്ളി ശ്രീനാരായണ പബ്ലിക് സ്കൂളിലെ പെൺകുട്ടികൾ. കേരളത്തിൽ നിന്ന് തന്നെ ആദ്യമായാണ് CBSE ടീം ദേശീയ തലത്തിൽ ചാമ്പ്യന്മാരാകുന്നത്. അയോധ്യയിൽ നടന്ന മത്സരത്തിൽ തകർപ്പൻ ജയം നേടി തിരിച്ചെത്തിയവർക്ക് ഗംഭീര സ്വീകരണമാണ് പാലക്കാട്ടുകാർ നൽകിയത്. വേഗതയും ചാതുര്യവും ടീം സ്പിരിറ്റും അതാണ് ഖോ. അതിവേഗ തീരുമാനങ്ങളും ടീമിന്റെ ഏകോപനവുമാണ് വിജയത്തിന് വഴിയൊരുക്കുന്നത്. ആദ്യമായാണ് കേരളത്തിൽ നിന്നുള്ള ഒരു CBSE സ്കൂൾ ടീമിന് ദേശീയ തലത്തിൽ കപ്പ് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. ഇത് കഠിനാധ്വാനത്തിന്റെ ഫലമെന്ന് ചാമ്പ്യന്മാരായ കുട്ടികൾ. ഒരു വർഷത്തെ കാത്തിരിപ്പ് തന്നെയായിരുന്നു. മുന്നത്തെ വർഷം ഞങ്ങള് നാഷണൽ ലെവലിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് റണ്ണറപ്പ് ആയിട്ടായിരുന്നു വന്നത്. ആ ചീറ്റിങ്ങും അതൊക്കെ കാരണം. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ അത് തീരുമാനിച്ചു തന്നെയായിരുന്നു പോയത്. ഖോ പാലക്കാട്ടുകാരുടെ ഗെയിമെന്ന് കോച്ച് KG രജീഷ്. ഡിസംബറിൽ മഹാരാഷ്ട്രയിൽ നടക്കുന്ന മത്സരത്തിലും കുട്ടികൾക്ക് സെലക്ഷൻ നേടാനായി. അവരെ രക്തത്തിൽ അലിഞ്ഞുള്ള ഗെയിമാണ് ഖോ. അപ്പൊ നമുക്ക് ഇവരെ അത്ര വലിയ എഫേർട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വേറെ സന്തോഷം പറഞ്ഞു കഴിഞ്ഞാൽ SGF-നുള്ള ക്വാളിഫിക്കേഷൻ ആണ്. സ്കൂൾ തലങ്ങളിലുള്ള നാഷണൽ ലെവല് അടുത്ത ഡിസംബറിൽ 23 മുതൽ 25 വരെ മഹാരാഷ്ട്ര വെച്ച് നടക്കുന്ന കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുള്ള യോഗ്യത നേടിയിട്ടുണ്ട്. അഭിമാന നേട്ടം കൈവരിച്ചെത്തിയ കുട്ടികൾക്ക് വലിയ സ്വീകരണമാണ് ജന്മനാടൊരുക്കിയത്. 2 വർഷത്തെ ഇവരുടെ കാത്തിരിപ്പും ഹാർഡ് വർക്കും ഒക്കെയാണ് അത് ഇനിയും അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് ഈ ചുണക്കുട്ടികൾ പറയുന്നത്. ക്യാമറാമാൻ മുനീഫ് തിരൂരിനൊപ്പം ഐഷത്തുൽ ഷംന, 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.